എല്ലാവർക്കും സ്വാഗതം. ബോക്സ് പ്ലീറ്റ് സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുന്നു. അതോടൊപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. 1.5 മീറ്റർ തുണിയാണ്. ആ തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കി അതിനുശേഷം ഒന്നുകൂടി ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ മടക്കിയിട്ട് ഈ ഓപ്പൺ വരുന്ന ഭാഗം, അതായത് ഇവിടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. 23 ഇഞ്ച് ഇറക്കമാണ് നമുക്ക് കിട്ടേണ്ടത്. 23 ഇഞ്ച് ഇറക്കം കിട്ടേണ്ടതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഞാനൊരു 2 ഇഞ്ചും കൂടെ കൂട്ടി 25 ഇഞ്ച് ഇട്ടു. അതുപോലെ തന്നെ ഈ സൈഡിലും നമ്മൾ ആ ടേപ്പ് അതുപോലെ വെച്ചിട്ട് 25 ഇഞ്ച് കറക്റ്റായിട്ട് വെട്ടണം, അടയാളപ്പെടുത്തണം. ശേഷം ഈ 2 ലൈനും കൂടെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. ഇത് കട്ട് ചെയ്തിട്ട് ഈ തുണി ഇനി അടിച്ച് യോജിപ്പിച്ചിട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ബാലൻസ് വന്ന തുണി 4.5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ അടയാളപ്പെടുത്തുന്നുണ്ട്. 21.5 ഇഞ്ചാണ് ബോഡിയിൽ നിന്ന് എടുത്ത അരവണ്ണം. അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ചും കൂടെ കൂട്ടി 23.5 ഇഞ്ച് നമുക്ക് കിട്ടണം. ആ 23.5യുടെ കൂടെ ഒരു 4 ഇഞ്ചും കൂടെ കൂട്ടി 23, 4, 27.5, 28 ഇഞ്ചിന് നമുക്ക് വെട്ടിയെടുക്കാം. ഇവിടെയും ആ 4.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം ഈ ലൈനിന് രണ്ടും കൂടെ യോജിപ്പിച്ച് വരയ്ക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റാം. സ്കേർട്ടിൻ്റെ പടിക്ക് കനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ ഒരു പീസും കൂടെ വെട്ടിയെടുക്കുന്നുണ്ട്. ആ പീസ് പടിയുടെ അകത്ത് വെച്ച് കൊടുക്കാനുള്ള പീസാണ് ഈ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി 2 ഇഞ്ച് വീതിയിൽ വേറൊരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം. അത് എന്തിനാണെന്ന് പറയാം. കൊളുത്ത് വയ്ക്കാനായിട്ട് ഇതേപോലെ ഒരു ചെറിയ പീസോടെ വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ പടി വെട്ടിയപ്പോൾ ബാക്കി വന്ന തുണിയാണ് അതിനെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് അടിച്ചെടുക്കാം. ഈ ഭാഗങ്ങൾ ഒന്ന് യോജിപ്പിച്ച് അടിച്ചതിന് ശേഷം ബോക്സ് പ്ലീറ്റ് ഇടാൻ വേണ്ടി നമുക്ക് അളവ് കൊടുക്കാം. തേരുള്ള ഭാഗങ്ങളാണ് നമ്മൾ അടിച്ച് യോജിപ്പിച്ചെടുത്തത്. ഇനി ഇതിന് മുകളിലേക്ക് വരുന്ന ഭാഗം, അതായത് നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗത്താണ് ഒരു 2.5 ഇഞ്ച് വീതി വെച്ചാണ് ഞാൻ ഇതിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അത് 2 ഇഞ്ച് മുതലൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിന് 2.5 ഇഞ്ച് വീതിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇങ്ങനെ അടയാളപ്പെടുത്തണം. ഇനി ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെയാണ് ബോക്സായിട്ട് ആ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. തുടക്ക ഭാഗം ഇങ്ങനെ വേണം ചെയ്യാൻ. നമ്മൾ അടയാളപ്പെടുത്തിയ 2.5 ഇഞ്ചിൽ ഒരു 2.5 ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് വരുമ്പോൾ അടുത്ത 2.5 ഇഞ്ച് ഇതിൻ്റെ അടിഭാഗത്തേക്ക് പോകും. ഒരു പ്ലീറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ടാൽ അടുത്ത പ്ലീറ്റ് ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അടുത്ത 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയോടത്തു നിന്നാണ് നമ്മൾ ഇതിന് അടിയിലേക്കുള്ള പീസ് വിടുന്നത്, ഇങ്ങനെ വിടുന്നത്. അടുത്ത 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയോടത്തു നിന്നാണ് വീണ്ടും ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. വീണ്ടും ഇത് അടിയിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം പ്ലീറ്റ് ഇട്ട് ഇങ്ങനെ വരുമ്പോൾ ഇത് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത ആ അടിപ്പ് വരും. ഈ അടിപ്പ് അളവ് അല്പം മാറ്റം ഉണ്ടെങ്കിലും അത് അടിയിലേക്ക് പോകുന്ന രീതിയിൽ തന്നെ വേണം നമ്മളത് വെച്ച് കൊടുക്കാനായിട്ട്. വീണ്ടും അവിടെ നിന്ന് വീണ്ടും 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് വേണം ബാക്കിയുള്ള ഇടത്തേക്ക് ഞൊറിവിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ആ പീസിൻ്റെ അവസാനം വരെ നമുക്ക് ഇതുപോലെ ഞൊറിവിട്ട് കൊടുക്കാം. അവസാന ഭാഗമാകുമ്പോൾ ഈ ഭാഗത്ത് വരുന്ന ലാസ്റ്റ് ഭാഗത്ത് അടിയിലേക്ക് നമ്മൾ മടക്കിയിട്ട് കൊടുക്കണം. ഇതിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യമുള്ള വണ്ണം അതിന് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. 23.5 ഇഞ്ച് വണ്ണം ഇതിന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ ആ ഞൊറിവും 2.5 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. ആ കണക്ക് അനുസരിച്ച് വേണം അവിടെയും നമ്മൾ ആ ഞൊറിവിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഇതിന് മൊത്തം ഞൊറിവിട്ട് കൊടുത്തു. 2 ഇഞ്ച് വീതിയിൽ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ആ പീസ് എടുത്ത് ഇതുപോലെ മടക്കി ഇതിൻ്റെ 2 സൈഡും, ഈ സൈഡും അപ്പുറത്തെ സൈഡും 2 ഭാഗവും അടിച്ചു കൊടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി ഒന്നുകൂടി ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഒരു 4.5 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. 4, 5 ഇഞ്ച് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല, പിന്നെ ആണെങ്കിലും കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഞൊറി വിട്ട് വെച്ചിരിക്കുന്ന ആ ഭാഗം അത് നമ്മൾ ഇങ്ങനെ എടുത്ത് 2ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഈ ഓപ്പൺ വരുന്ന ഈ ഭാഗം 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. 2 എണ്ണത്തിൻ്റെ 1 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തണം. അതിനുശേഷം ആ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടേക്ക് വീണ്ടും ഇതിങ്ങനെ ഒന്നുകൂടി മടക്കി കൊടുക്കാം. അതിനുശേഷം ഈ മടക്ക് വന്ന ഈ ഭാഗത്ത് ഒരു അടയാളം കൊടുക്കാം. അത് 2 വശത്തും അത് കൊടുക്കണം. 2 ഭാഗത്തും
അങ്ങനെ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ പകുതിയുടെ പകുതി വരുന്ന ഭാഗത്തേക്ക്, അതായത് ഒരു 2.5 ഇഞ്ച്, ഒരു 5 ഇഞ്ച് വന്നെങ്കിൽ അതിൻ്റെ ഒരു 2.5 ഇഞ്ച് ഇതുണ്ടോ ഇതുപോലെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലുമായിട്ട് അടയാളം കൊടുക്കാം. ഇങ്ങനെ ബെൽറ്റ് ഇടാനുള്ള വള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് പിടിപ്പിച്ച് കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സൈഡിലത്തെ ഓരോ ഇഞ്ച് വിട്ടിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചെന്നാൽ, അവിടുത്തേത് നമ്മൾ കൊളുത്തിടുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറിപ്പോകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ 2 ഇഞ്ച് ഉള്ളിലായി പോകുന്നതാണ്. സ്കേർട്ടിൻ്റെ നല്ല വശത്ത് നിന്ന് നമ്മൾ ആ അടയാളം ഇട്ട ഭാഗത്തേക്ക് ആ ബെൽറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. 4 എണ്ണം നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് 4ഉം ഇതുപോലെ വെച്ച് കൊടുക്കാം. 4.5 ഇഞ്ച് വീതിയിൽ വെട്ടി വെച്ചിരിക്കുന്ന ആ തുണി എടുത്ത് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒരു 1/2 ഇഞ്ചിന് മാത്രം, 1/2 ഇഞ്ച് കൂടരുത്, 1/2 ഇഞ്ച് മാത്രം നമുക്ക് ഇതുപോലെ അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതായി ബെൽറ്റൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ആ സൈഡിലേക്ക്, ആ വള്ളി വെച്ചിരിക്കുന്ന ആ സൈഡിലേക്ക് ഇതുപോലെ കൂടുതൽ ഇട്ട്, അതായത് അപ്പുറത്തെ സൈഡിലേക്ക് മടക്കി ഇടാവുന്ന പോലെ ഇതുപോലെ അകത്തേക്ക് മടക്കി കൊടുത്തിട്ടാണെങ്കിലും ചെയ്യാം. ഇതുപോലെ തയ്ക്കാൻ തുടങ്ങാം. നമ്മൾ 2 ഇഞ്ച് വീതിയിൽ വെട്ടി വെച്ചിരിക്കുന്ന ഒരു പീസോടെ ഉണ്ടായിരുന്നു. ആ പീസ് ഇപ്പോൾ ഇതിനകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്താണെന്ന് ചോദിച്ചാൽ, ഇതാണ് കട്ടി കിട്ടാൻ വേണ്ടി, നമ്മൾ ആ പടിക്ക് കട്ടി കിട്ടാൻ വേണ്ടി ഒരു പീസോടെ വെച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞത്. അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് 3 പീസുകളും ചേർത്ത് അടിച്ചെടുക്കാം. JRCക്ക് ഇടാനുള്ള യൂണിഫോം സ്കേർട്ടാണ് ഇപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ അല്ലാത്ത യൂണിഫോം സ്കേർട്ട് തയ്ക്കുമ്പോഴും ഉപയോഗിക്കുന്നത്. ബോക്സ് പ്ലീറ്റുള്ള സ്കേർട്ട് തയ്ക്കുന്നതെല്ലാം ഇതേ മോഡലിൽ തന്നെയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗം വരുന്നോടം ഇച്ചിരി കൂടുതലായിട്ട് ഇവിടെ വരുന്നോടം നമ്മളിങ്ങനെ ആ 2 ഇഞ്ച് വീതിയിലുള്ള പീസ് മാത്രം കട്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം ഇതുപോലെ നൂർത്തെടുക്കുക. ഇവിടെ ഈ സൈഡ് വരുന്നോടം, അത് കണ്ടോ, ഈ സൈഡ് വരുന്നോടം ഇച്ചിരി ഇങ്ങനെയാണ് കിടക്കുന്നത്. അവിടെ നമുക്ക് അടിക്കുമ്പോൾ മടക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ പീസ് ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ച് കൊടുക്കണം. ഇതുകൊണ്ട് ഈ അടിപ്പ് വന്നിരിക്കുന്ന ആ ഭാഗത്തേക്ക് തന്നെ വേണം ഇതിങ്ങനെ മടക്കി വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഈ കട്ടിങ്ങിൻ്റെ മുകളിൽ കൂടെ കറക്റ്റായിട്ട് അടിഭാഗം പിടിച്ച് വെച്ചതിന് ശേഷം, ഭംഗിയായിട്ട് പിടിച്ച് വെച്ചതിന് ശേഷം മാത്രം അടിക്കുക. അടിക്കുമ്പോൾ അടിയിലുള്ള പീസിൽ അടിപ്പ് വീഴുന്നുണ്ട് എന്ന് കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തി വേണം അടിച്ചെടുക്കാനായിട്ട്. അതുപോലെ തുണി അവിടെ ഇവിടെയൊന്നും വലിക്കരുത്. വലിച്ചാൽ പടി വെക്കുമ്പം പടി പിരിഞ്ഞിരിക്കും. അതുകൊണ്ട് കറക്റ്റായിട്ട് പടി നേരെ വരുന്ന, തിരിവില്ലാത്ത രീതിയിൽ നേരെ വരുന്ന രീതിയിൽ തന്നെ വെക്കണം. ലാസ്റ്റ് ഭാഗം ഇതുപോലെ അകത്തേക്ക് മടക്കി കൊടുത്തിട്ട് വീണ്ടും അതൊന്നുകൂടി ഇങ്ങനെ മടക്കിയെടുത്ത് ഉണ്ടോ ഇതുപോലെ വെച്ചിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഇവിടെ ലാസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുത്ത് നിർത്താം. ഇനി ഇതിൻ്റെ ഇവിടം വരുന്ന ഭാഗം പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അകത്തേക്കൊന്ന് തള്ളിയിട്ട് നേരെയാക്കി കൊടുക്കണം. ഇനി അടിച്ച അടുപ്പിൻ്റെ സൈഡിൽ കൂടെ ഒന്നുകൂടി ഒരു പ്രഷർ വീതിയിൽ, ഒരു 1/4 ഇഞ്ച് വീതിയിൽ അതിന് മുകളിലായിട്ട്, അടിച്ച അടുപ്പിന് മുകൾ ഭാഗത്തായിട്ട് വേറൊരു അടുപ്പും കൂടെ കൊടുക്കാം. അത് മൊത്തത്തിൽ അടിക്കണം. ബെൽറ്റ് ഇടാനായിട്ട് നമ്മൾ ആ അടിച്ചു പിടിപ്പിച്ചിട്ടുള്ള ആ വള്ളി പടിയുടെ അറ്റത്ത് നിന്ന് ഒരു 2.5 ഇഞ്ച് വരുന്ന രീതിയിൽ 4 എണ്ണത്തിനും ഇതുപോലെ അടയാളം കൊടുക്കാം. ഇവിടെ നമ്മൾ ആ സ്കേർട്ടിലോട്ട് ഒന്നിങ്ങനെ പിടിപ്പിച്ച് വെച്ച് അവിടെ ഓരോ അടുപ്പ് കൊടുക്കണം. ഇതുപോലെ അകത്തെ ആ ഫ്ലീറ്റൊക്കെ നേരെ വെച്ചതിന് ശേഷം ഇതുപോലെ കയറ്റി നമ്മൾ ആ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതുപോലെ ഇതുപോലെ അടിച്ചു കൊടുക്കണം. അങ്ങനെ 4 എണ്ണത്തിനും അങ്ങനെ അടിച്ചെടുക്കണം. ഈ പടിയുടെ മുകൾ ഭാഗത്തൊരു അടുപ്പ് കൊടുക്കാം. പടി നല്ല ക്ലിയറായിട്ട് നേരെ ഇരിക്കാനാണ് ഇവിടെ ഈ അടുപ്പ് കൊടുക്കുന്നത്. ഇത് അടിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ആ ബെൽറ്റ് ഇടാനുള്ള ആ വള്ളി ഇതിലേക്ക് അടിച്ച് ചേർത്തെടുക്കാനായിട്ട്. ആ 2.5 ഇഞ്ച് നമുക്ക് അടയാളം കൊടുത്ത് ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ച് ഇതിൻ്റെ സൈഡിലേക്ക് ഇതിങ്ങനെ കെട്ടിട്ട് കൊടുത്ത് അടിച്ച് എടുക്കാം. ഇങ്ങനെ കൂടുതൽ കിടക്കുന്ന ഭാഗം അകത്തോട്ട് കിടന്നോളും. അഥവാ ഇനി ബെൽറ്റിന് നീളക്കുറവ് വല്ലതും വന്നെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കട്ട് ചെയ്ത് കളയാൻ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. സ്കൂൾ ബെൽറ്റുകൾ ഒരു 2.5 ഇഞ്ചൊക്കെ മതി. അതിൽ കൂടുതലൊന്നും സ്കൂൾ ബെൽറ്റുകൾ വരികയില്ല.
അപ്പോൾ 4 നമുക്ക് ഇതുപോലെ അടിച്ച് എടുക്കാം. 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ ഇങ്ങനെ അകത്തേക്ക് മടക്കി വെച്ച് ഇതുപോലെ അടിച്ചു കൊടുക്കാം. അവകാശം കെട്ടിട്ട് അടിക്കണം, അല്ലെങ്കിൽ കട്ടിയുള്ള കൂടുതലുള്ള ഭാഗമായതുകൊണ്ട് നൂല് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാവകാശം അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ അകത്ത് ഇങ്ങനെ നൂല് കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. നല്ല വശങ്ങൾ അകത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒരു 3-4 ഇഞ്ച് താത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ആ പീസ് അടിച്ച് യോജിപ്പിച്ചെടുക്കാം. ഇവിടെ കെട്ടിട്ട് കൊടുത്തിട്ട് വേണം താഴേക്ക് അടിച്ച് എടുക്കാൻ. ഏത് അടിപ്പടിക്കുമ്പോഴും 2 അടിപ്പ് വെച്ച് അടിച്ചു കൊടുക്കണം. വീണ്ടും ഒന്നുകൂടി ഇത് അടിച്ചു കൊടുക്കുന്നു. കൊളുത്തിടാനുള്ള പടി വെച്ച് കൊടുക്കുക. നമ്മൾ 4.5 ഇഞ്ച് വീതിയിലാണ് വെട്ടി വെച്ചിരുന്ന പീസാണ്. ആ പീസ് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ 2 സൈഡും നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി ഈ പീസ് ഇതുപോലെ മടക്കി അടിച്ചെടുക്കാം. ഇതുപോലെ വേണം മടക്കി വെച്ച് കൊടുക്കാനായിട്ട്. അത് അടിച്ചു വരുമ്പം അടുത്ത ഒരു ഭാഗം ഇതുപോലെ മടക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ലാസ്റ്റ് വരുന്ന ഭാഗം ഒന്നുകിൽ അടിയിലേക്ക് വേണമെങ്കിലും വയ്ക്കാം, ഇല്ലെങ്കിൽ മുകൾ ഭാഗത്ത് ഒന്നിങ്ങനെ മടക്കിയിട്ട് ഒന്നോടെ ഇതുപോലെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അവിടെ കെട്ടിയിട്ട് നിർത്തിയിട്ട് അടുത്ത സൈഡും അതുപോലെ തന്നെ അടിച്ചെടുക്കണം. ഇനി ഇത് സ്കേർട്ടിലേക്ക് വെച്ച് കൊടുത്താൽ മതി. 2 സൈഡിലും ഒരു 3-4 അടിപ്പ് വെച്ച് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് കൊളുത്തിട്ട് ഇടുന്ന ഭാഗമായതുകൊണ്ട് പറഞ്ഞു പോരും. ആ ഭാഗവും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നൂലൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അവിടെയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കണം. അടിവശം അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളിങ്ങനെ ഒരു ജോയിൻ്റ് അകത്ത് ചെയ്ത ഒരു പീസ് വരും. ആ പീസ് വരുന്നത് നേരെ വെച്ചിട്ട് വേണം, മുകളിൽ എങ്ങനെയാണോ നിൽക്കുന്ന ആ രീതിയിൽ തന്നെ ഈ പീസ് ഈ അടിപ്പ് വരുന്നിടം താഴേക്ക് വരുന്ന രീതി ലെവലിന് വെച്ചിട്ട് വേണം ഇതുപോലെ മടക്കി കൊടുക്കാനായിട്ട്. തിരിഞ്ഞ് നിന്നാൽ സ്കേർട്ട് തേക്കുകയൊക്കെ ചെയ്യുമ്പോൾ പൊങ്ങി അത് വൃത്തികേടായിട്ട് നിൽക്കും. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കണം. അതുപോലെ ആദ്യം ഒരു 1/4 ഇഞ്ച് നമ്മളിത് അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഈ യൂണിഫോം സ്കേർട്ടൊക്കെ ആയതുകൊണ്ട് അടിവശം അല്പം വീതിയിൽ അടിപ്പ് കിടക്കുന്നതാണ് ഭംഗി കാണാൻ. അതുകൊണ്ട് ഈ 1/4 ഇഞ്ച് അടിച്ചതിന് ശേഷം സ്കേർട്ടിന് എത്രയാണോ ഇറക്കം വേണ്ടത് അത് നോക്കിയിട്ട് ബാക്കി ഭാഗം ഇങ്ങനെ മടക്കി വെച്ച് വീണ്ടും അടിച്ചു കൊടുക്കണം. അങ്ങനെ അടിവശം മുഴുവനും അടിച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കേർട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇനി കൊളുത്ത് വെച്ച് കൊടുത്താൽ മതി. കൊളുത്ത് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു ഷോർട്ടായിട്ട് ചാനലിലുണ്ട്, അത് കണ്ടാൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.